വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ പോകുന്ന ഒരു ജേർണിയാണ് കാണിക്കാൻ പോകുന്നത്. രാവിലെ 5:30 തന്നെ വണ്ടി വന്നു. കൃഷ്ണരാജപുരത്തു നിന്നാണ് നമ്മൾ ബോർഡ് ചെയ്തത്. കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു ടീ അതുപോലെ തന്നെ ഒരു ബിസ്ക്കറ്റും കൊണ്ടുവന്നു. വേറൊരു കാര്യം പറയേണ്ടതുണ്ട് കേട്ടോ, നമുക്ക് ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരിക്കും ഈ ഒരു ടിക്കറ്റിൻ്റെ കൂടെ. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അവർ കുറച്ച് വെള്ളം, നല്ല ചൂട് വെള്ളം കൊണ്ടുവരും. നമ്മൾ തന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാം. ഇതാണ് ഫസ്റ്റ് നമ്മുടെ ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ ഇന്ത്യൻ റെയിൽവേ തരുന്നത്. എന്തുകൊണ്ട് വന്ദേ ഭാരത് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ടു ഗീവ് ആൻ എക്സ്പീരിയൻസ് ഫോർ മൈ പാരൻസ്. കാരണം എൻ്റെ അച്ഛൻ വന്നിട്ട് റെയിൽവേയിലായിരുന്നു. റിട്ടയർ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. അപ്പം അച്ഛയ്ക്കും അമ്മയ്ക്കും ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിൻലി വന്ദേ ഭാരത് സെലക്ട് ചെയ്തത്. ബിക്കോസ് ഞാനും വിഷ്ണുവും കുഞ്ഞും ഓൾറെഡി ട്രിവാൻഡ്രം വന്ദേ ഭാരതിന് പോയിട്ടുണ്ട്, അതുപോലെ റിട്ടേണും വന്നിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് അറിയാം. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി വരെയും വിത്തിൻ 8 hours എത്തുക എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ അവർക്കൊരു എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ സെലക്ഷൻ ഒട്ടും മോശമായില്ല. വി ഹാഡ് എ വെരി ഗുഡ് ജേർണി. നന്നായി ഉറങ്ങുകയും ചെയ്യാം, നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് ദ ജേർണി നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഫുഡൊക്കെ അവർ കൊണ്ടുവരുമല്ലോ. അച്ഛൻ ചിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. ഞാൻ ആകെപ്പാട്ട് ടയേർഡാണ്, കുറേ ദിവസമായിട്ട് ട്രാവൽ ചെയ്തും അങ്ങനെയൊക്കെ. മേക്കപ്പ് ഒന്നുമില്ല, സോ ഐ മേ ലുക്ക് ടയേർഡ്. നീ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ആക്ച്വലി അവൾ ഉറങ്ങുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ഭയങ്കര ഒരുപാട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അമ്മ മാത്രം വെജ് ഓപ്റ്റ് ചെയ്തു, ഞങ്ങളൊക്കെ നോൺ വെജാണ് ഓപ്റ്റ് ചെയ്തത്. നോൺ വെജിനകത്ത് 2 വീറ്റ് ബ്രെഡ് ഉണ്ടാവും, പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ട്, പിന്നെ വന്നിട്ട് 2 വെജ് കട്ട്ലറ്റ്, പിന്നെ നമ്മുടെ എന്താ പറയുക ഒരു 2 കുഞ്ഞ് ബട്ടറിൻ്റെ 2 കുഞ്ഞ് പീസ് ഉണ്ടല്ലോ, അതുപോലെ 2 കുഞ്ഞ് ബട്ടർ ഉണ്ടാവും. ഇതാണ് നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നത്. വെജിൽ വന്നിട്ട് ഇഡ്ഡലി, പൊങ്കൽ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളായിരുന്നു. ആൻഡ് ദിസ് വെജ് കട്ട്ലറ്റ് വാസ് ഓൾസോ ദെയർ. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഭയങ്കര ഫില്ലിംഗ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നീ എണീറ്റപ്പോൾ നീക്ക് ഫീഡ് ചെയ്തു, പക്ഷേ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ള സംഭവങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് അവൾ കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ നീയെ ആക്റ്റീവാക്കി വെക്കുക എന്നുള്ളത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് തിങ് ആണ്. കാരണം ഇത്രയും കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഡെയിലി ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു ആക്ടിവിറ്റി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഒന്നില്ലേ ബുക്സ് വായിച്ചു കൊടുക്കാം. നീക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റിക്കർ പരിപാടികൾ. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റിക്കർ ബുക്സ് വാങ്ങിച്ച് എപ്പോഴും കരുതും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും. ആൻഡ് ഷീ ലൈക്സ് ദാറ്റ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി കളിച്ചു. ഇടയ്ക്കൊന്ന് സേലമൊക്കെ എത്തിയപ്പോൾ പറഞ്ഞു അമ്മ എത്തി വാ ഇറങ്ങാമെന്ന്. കാരണം ആളാകപ്പാടെ മടുത്തിരുന്നു. നമ്മളെപ്പോലെ അങ്ങനെ എൻജോയ് ചെയ്യില്ലല്ലോ കുഞ്ഞുകുട്ടികൾ. പിന്നെ ഓരോന്നൊക്കെ കാണിച്ച് കളിച്ചൊക്കെ അവിടെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചായ കുടിക്കാൻ ആഗ്രഹം വന്നു. കറക്റ്റ് സമയത്ത് അവർ ചായയും കൊണ്ട് വന്നു. അഫോർഡബിൾ റേറ്റിൽ ചായയും കൊണ്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കണം തന്നു, കുടിച്ചു. പിന്നെ നമ്മൾ കുറേ ആക്ടിവിറ്റീസിലൊക്കെ ഇങ്ങനെ മുഴുകിയിരുന്നു. പകൽ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ, ഒരുപാട് ഹിൽസ്, പിന്നെന്താ മെയിൻലി ഗ്രാമങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ സ്ഥലങ്ങൾ. ബാംഗ്ലൂരിൽ നിന്നൊക്കെ താമസിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ മൊത്തം ബിൽഡിങ്സ് ആണ് അല്ലെങ്കിൽ വണ്ടികളാണ്. പക്ഷേ ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഭയങ്കര ആശ്വാസം തോന്നുന്നത്. ഈ സ്ഥലം മനസ്സിലായോ? നമ്മൾ കേരളത്തിൽ കയറിയിട്ടോ, നമ്മൾ തൃശ്ശൂർ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥലമാണിത്. നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ആ ഒരു ടെക്സ്ചറേ മാറി, ടോപ്പോഗ്രഫിയേ മാറിപ്പോയി. ഇപ്പോൾ ഒരു 12:30 ആറായിട്ടുണ്ടാവും സമയം. ആ സമയത്ത് നമുക്ക് ലഞ്ച് കൊണ്ടുവരും. ആക്ച്വലി കുറേ നാളായിട്ട്, മേ ബി വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ട്രാവൽ ചെയ്യുമ്പോഴാണ് ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് 12:30 ലഞ്ച്, അങ്ങനെയൊക്കെ. ഇവിടെ എല്ലാവരും ഉറങ്ങാം കേട്ടോ. ഇപ്പം തന്നെ എണീക്കും, കാരണം ലഞ്ച് വരില്ലേ. നീ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചില്ല. ലഞ്ച് വന്നു, അവളെ വിളിക്കുകയും ചെയ്തു. അവൾക്ക് കുറച്ച് ഫുഡ് കൊടുത്തു. ആൾക്ക് ഇഷ്ടമായിരുന്നു, കാരണം വൈറ്റ് റൈസ് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വൈറ്റ് റൈസും കേർഡും. സോ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ നോൺ വെജ് ആണ് പറഞ്ഞത്. അപ്പം 2 പൊറോട്ട ഉണ്ടായിരുന്നു, കേർഡ് ഉണ്ടായിരുന്നു, വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു. അടിപൊളി പരിപ്പ് കറി കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ പരിപ്പ് കറി. പിന്നെ ഒരു ചിക്കൻ കറി ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു, നോട്ട് ബാഡ്. പിന്നെ ഈ ഒരു തോരൻ, ഇത് നമ്മുടെ ക്യാബേജ് തോരനാണ്. ക്യാബേജ് നമ്മൾ എണ്ണയില്ലാണ്ട് പുഴുങ്ങിയെടുക്കില്ലേ, അതുപോലെ. എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കും അവർ ഐസ്ക്രീം കൊണ്ടുവന്നു. ഇതൊരു ലാസ്റ്റ് കൊണ്ടുവന്നാട്ടോ നമുക്ക്. അങ്ങനെ നമ്മുടെ ട്രാവൽ ഇവിടെ കഴിഞ്ഞു. സോ അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.